ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ടേസ്റ്റ് ബേർഡ്സ്. ഇന്ന് ഞാനൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നോമ്പ് സമയത്ത് പാല് കൊണ്ട് തന്നെ പുഡിങ് ചെയ്യുന്നതിന് പകരം പാൽ ചേർക്കാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്നൊരു പുഡിങ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 കപ്പ് വെള്ളം അളന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ചൈന ഗ്രാസ് 10 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്തിട്ട് നമുക്കിത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. ചൈന ഗ്രാസ് ചെറിയ പീസായിട്ടൊന്ന് കീറിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ വരെ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് സോക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഞാനിവിടെ ആ മെഷറിംഗ് കപ്പിൽ തന്നെ ഒരു 1/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ചൈന ഗ്രാസ് ശരിക്കൊന്ന് മെൽറ്റായി വരണം. അപ്പോൾ നന്നായിട്ട് തിളച്ചാൽ മാത്രമേ ചൈന ഗ്രാസ് ശരിക്കും മെൽറ്റായിട്ട് കിട്ടുള്ളൂ. നമുക്ക് എല്ലാ ഭാഗത്തേക്ക് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. ഒരു പകുതി നാരങ്ങയുടെ നീര് മതിയാവും. അതും കൂടെ ചേർത്ത് ശരിക്കും എല്ലാ ഭാഗത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് റൂഹാബ്സ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ റൂഹാബ്സ സിറപ്പ് മിക്കവർക്കും അറിയാവുന്നതാണ്. ഇതിങ്ങനെ ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതൊരു 1/4 കപ്പോളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് വേണം റൂഹാബ്സ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് കളറിന് ആവശ്യമുണ്ടെങ്കിൽ ഒരു നുള്ള് റെഡ് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓപ്ഷണലാണ്, വേണമെന്നില്ല. കാര്യം ഞാനിവിടെ വീഡിയോയും കൂടെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കളർ ചേർത്തുന്നുള്ളൂ. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതിന് കളറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. റൂഹാബ്സ് ചേർക്കുമ്പോൾ തന്നെ അത്യാവശ്യം കളർ ഇതിലുണ്ടാവും. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ പുഡിങ് ഓരോ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ അരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചെറിയ പീസസൊക്കെ മെൽറ്റായി കിട്ടാനുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നൊരു പുഡിങ്ങാണിത്. പിന്നെ ഇതിൽ എപ്പോഴും നമ്മൾ ഈ മിൽക്ക് പുഡിങ് തന്നെ കഴിക്കുന്നതിനേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റുമാണ്. പിന്നെ ഈ റൂഹാബ്സ മിക്കവർക്കും അറിയാം നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്കുമാണ്. അപ്പോൾ ഇത് പുഡിങ്ങായിട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. പിന്നെ ഇതിൽ ബബിൾസ് പോലെ വന്നിരിക്കുന്നതൊക്കെ നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് കോരി മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇനി ഇതൊരു 1 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതൊരു 1 മണിക്കൂർ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.